യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിന് ഇന്ന് ഈ സന്ധിയെങ്കിൽ മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലുന്നു. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ദൈവമക്കളിൽ ഒരാൾ വായിച്ചാലും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അരുമ ശിഷ്യന്മാരോട് തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്ത അനുഗ്രഹീതമായ വചനമാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ആരാണ് നിങ്ങൾ? എൻ്റെ ശിഷ്യർ, എന്നെ ഗമിക്കുന്നവർ. ശിഷ്യനാരാണ് എന്നുള്ളതിന് 1, 2, 3, 4 ക്രമത്തിൽ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ അടുക്കിനുള്ള തെളിവുകൾ പുതിയ നിയമത്തിലുണ്ട്. അത് മറ്റൊരു പ്രമേയമാണ്. ഞാൻ അതിനകത്തുനിന്നൊരു വാക്ക് മാത്രം എടുക്കുന്നു: അനാഥരായി വിടുകയില്ല. അപ്പോൾ ആരെ അനാഥരായി വിടുകയില്ല? ശിഷ്യരായവരെ. രക്ഷിക്കപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് ശിഷ്യരായവരെ. ആമേൻ. ശിഷ്യരെ. അങ്ങനെയാണ് പുതിയ നിയമത്തിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഒരു ഭാഗം ഉപദേശപരമായി കാണുന്നത്. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു വിളിച്ച് ഇറക്കിയ, യേശുവിൻ്റെ വാക്കിൽ കേട്ട് ഗമിച്ച ശിഷ്യന്മാരെ യേശു കർത്താവ് പറയുന്ന വാക്ക്: ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല. അനാഥരായി വിടുകയില്ല എന്ന വാക്കിൽ ഒരു പ്രത്യേക പ്രയോഗം അതിനകത്ത് കിടപ്പുണ്ട്. ഒരു നാമം കിടപ്പുണ്ട്. അത് ഇതാണ്: നാഥൻ ഇല്ലാത്തവരായി വിടുകയില്ല. അതുകൊണ്ട് അതിനകത്ത് നാഥൻ എന്ന ഒരു വാക്കുണ്ട്. സ്തോത്രം. ഇന്ന് ധ്യാനത്തിന് അതിനകത്തെ നാഥൻ എന്ന വാക്ക് മാത്രം ഒന്ന് അടർത്തി എടുത്ത് എൻ്റെ ഹൃദയത്തിലിട്ട് ധ്യാനിച്ചപ്പോൾ ചേർന്ന് വരുന്ന ചില വചനങ്ങൾ കൂടെ കൂട്ടിന് പിടിച്ചപ്പം ഈ പ്രമേയം വിസ്തൃതിയുള്ളത് എന്നും അനുഗ്രഹീതമെന്നും അതിനകത്തെ ആഴം പരിശുദ്ധാത്മാവ് അല്പമായി ഗ്രഹിപ്പിക്കുകയുണ്ടായി. ഒരു കാര്യം, നമുക്ക് ഒരു നാഥനുണ്ട്. ഹല്ലേലൂയ. നാം ഒറ്റയ്ക്കല്ല. എനിക്ക് ആരുമില്ലെന്നുള്ള ചിന്ത നമുക്ക് തോന്നുന്നെങ്കിൽ ആ ചിന്ത ദൈവികമല്ല. പിശാചിൻ്റെ ആയുധങ്ങളിൽ ഒന്ന് നമ്മുടെ മനോവീര്യം കളയുക എന്നുള്ളതാണ്. അവൻ്റെ ആയുധപ്പുരയിലെ ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് നിരാശ, നൈരാശ്യങ്ങൾ എന്നുള്ളത്. നൈരാശ്യം, മടുപ്പുകൾ. അതിന് വളവിട്ട് കൊടുത്താലുണ്ടല്ലോ, അത് പെട്ടെന്ന് കയറി പിടിക്കും നമ്മളെ കീഴ്പ്പെടുത്തും ചിന്ത. ആമേൻ. എന്നാൽ എനിക്ക് ആരുമില്ല എന്ന തോന്നൽ മാനുഷികമോ അതോ പൈശാചികമായി നൽകുന്ന ചിന്തയോ ആകാം. എന്നാൽ ദൈവികമായ ഒരാലോചന അതിനെയെല്ലാം തട്ടിക്കളയത്തക്ക രീതിയിൽ, അടർത്തി മാറ്റത്തക്ക രീതിയിൽ, വേരോടെ പ്രൊക്ലീൻ ചെയ്യത്തക്ക രീതിയിൽ യേശു കർത്താവ് നൽകിയിരിക്കുന്നു. നാഥനുണ്ട്. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. അല്ല, നിങ്ങളുടെ നാഥൻ ആരാന്നറിയാമോ? ലോകത്തെ ജയിച്ചവൻ. നമ്മുടെ നാഥൻ ആരാന്നറിയാമോ? മരണപാശങ്ങളെ അഴിച്ചവൻ. നമ്മുടെ നാഥൻ ആരാന്നറിയാമോ? തിരുവെഴുത്തുകളിൻ പ്രകാരം അവർണ്ണനീയമായ ശക്തിയോടെ ഉയർത്തവൻ. നമ്മുടെ നാഥൻ ആരാന്നറിയാവോ? നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നവൻ.
അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന ഒരു നാഥൻ എനിക്കുണ്ട്. ആ നാഥനുണ്ടെന്നുള്ള അപബോധം അകതളത്തിലുള്ള ദൈവമക്കൾ ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റാം. പറ, ഞാൻ അനാഥനല്ല. എന്നോടുള്ള ബന്ധത്തിൽ ചോദിക്കാനും പറയാനും ആളുണ്ട്. പുറമറ്റത്തുള്ള ദൈവമക്കളൊന്ന് തിരിച്ചറിയണം. ആമേൻ. നിങ്ങളെ ആരെങ്കിലും തൊട്ടാൽ, ആമേൻ, സ്വർഗം പറഞ്ഞിരിക്കുന്ന വാക്ക് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ്. കൃഷ്ണമണിയെ തൊടാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കൈ തന്നെ ചാടി എന്ത് ചെയ്യും? ആക്ട് ചെയ്യും, അല്ലേ? കൈ കീശ കിടക്കുകയാണെങ്കിലും, കൈ പുറകെ കെട്ടി വെച്ചേക്കുകയാണെങ്കിലും, കൈ മറ്റൊരാളുടെ തോളയിലിരിക്കുകയാണ്, കണ്ണിൻ്റെ നേർക്ക് വരുമ്പോൾ പെട്ടെന്ന് കൈ എന്ത് ചെയ്യും? അവിടുന്ന് എല്ലാം എടുത്ത് കണ്ണിൻ്റെ അരികിലേക്ക് വരും. അതുപോലെ ക്ഷണത്തിൽ ദൈവത്തിൻ്റെ ആക്ഷൻ. എത്ര പേരത് തിരിച്ചറിയുന്നുണ്ട്? ദൈവത്തിൻ്റെ ഇടപെടൽ എന്നോടുള്ള ബന്ധത്തിൽ ഉണ്ടാകും. ദൈവത്തിന്റെ കൈ ക്ഷണത്തിൽ എനിക്ക് വേണ്ടി ചലിക്കും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ? അടുത്ത വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു വാക്കും കൂടെ എടുത്ത് നിർത്തുന്നു. വായിച്ചേ. അടുത്ത വാക്യമാണ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും, യേശു ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കും, ക്രിസ്തുവിൽ ജീവിക്കും. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാമോ? വലിയ തിരമാലകളും കോളുകളും നമ്മുടെ നേർക്ക് ആഞ്ഞടിച്ചിട്ടും എങ്ങനെ ബ്രദർ നീ പിടിച്ചു നിന്നു, എങ്ങനെ സിസ്റ്റർ നീ പിടിച്ചു നിന്നുവെന്ന ആശങ്കയോടെ നിനക്ക് നേരെ അടിച്ച കോളിളക്കങ്ങൾ കണ്ട് പലരും ചോദിച്ചപ്പോൾ അതിന് നമുക്ക് പറയാൻ പറ്റുന്നൊരു മറുപടി ഉണ്ട്. യേശു ജീവിക്കുന്നതിനാൽ ഞാൻ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാൻ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ എൻ്റെ കുടുംബം മുൻപോട്ട് പോകുന്നു. യേശു ജീവിക്കുന്നതിനാൽ എനിക്കൊരു മുന്നോട്ടുള്ള പോക്കുണ്ട്, എനിക്ക് ഭാവിയുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, എൻ്റെ ഭാവി എന്താകും? ആശങ്കയുള്ളവർക്ക് ഉത്തരം യേശു ജീവിക്കുന്നതിനാൽ. പറയാമോ? കരങ്ങൾ ഉയർത്തി. യേശു ജീവിക്കുന്നതിനാൽ, എൻ്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു.